ദൈവനാമത്തോടെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 6:38 ഇങ്ങനെ വായിക്കുന്നു. അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പം ഉണ്ട്? ചെന്ന് നോക്കുവിൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വചനഭാഗമാണ് വായിച്ചു കേട്ടത്. അതെ, കർത്താവ് ജനത്തോട് മനസ്സലിഞ്ഞു. കാരണം എന്താ? അവർ നേരം വൈകി വരെ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് വചനം ശ്രവിക്കുകയായിരുന്നു. അവരോട് മനസ്സലിഞ്ഞ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്നു, അരുളി ചെയ്യുന്നു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുവിൻ. അപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാര് എന്താ പറഞ്ഞത്? അതെ, ഇവിടെ ഒരു കുട്ടിയുടെ കരത്തിൽ 5 അപ്പവും 2 മീനും, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ കരത്തിലിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്താ ചെയ്തത്? കർത്താവ് അതിനെ വാഴ്ത്തി നുറുക്കി അവരുടെ കരത്തിൽ ഏൽപ്പിച്ചു. അതെ, ഒരു വർദ്ധനവ് സംഭവിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും വരൾച്ചയിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരൾച്ചയുടെ അവസ്ഥയെ മാറ്റുവാൻ പോകുന്നു. നിങ്ങളുടെ കരത്തിൽ എന്താണുള്ളത് അത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാട്ടെ. ഇന്ന് പകലിൽ നിങ്ങൾ ഒരു അത്ഭുതം കണ്ടിരിക്കും. ഇവിടെ എന്താ അത്ഭുതം സംഭവിച്ചത്? അതെ, അവർ തിന്ന് തൃപ്തരായി. 5000-ഓളം പുരുഷന്മാർ മാത്രമുണ്ടായിരുന്നു. അതെ, പുരുഷന്മാർ മാത്രമാണോ ഉള്ളത്? അല്ല, പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുകുട്ടികളടക്കം 5000-ൽ ഉപരിയായി ജനം അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തിന്ന് തൃപ്തരായി 12 കൊട്ട നിറച്ചെടുത്തു. അതെ, സ്വർഗത്തിലെ ദൈവം നിറവിന്റെ ദൈവമാ. നിങ്ങളുടെ കരത്തിലിരിക്കുന്നത് അല്പമേ ഉള്ളെങ്കിലും സ്തോത്രത്തോടെ വിശ്വാസത്തോടെ എൻ്റെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇന്ന് പകലിൽ ഏൽപ്പിക്കാൻ റെഡിയാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയൊരു അത്ഭുതം ചെയ്തിരിക്കും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ. അവൻ മൾട്ടിപ്ലിക്കേഷന്റെ ദൈവമാ. അവൻ ഡിവിഷന്റെ ദൈവമല്ല. അവൻ മൾട്ടിപ്ലിക്കേഷന്റെ ദൈവമാ. അവൻ വർദ്ധനവിന്റെ ദൈവമാ. നിങ്ങളെ അവൻ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. അതെ, വിശ്വസിച്ചാട്ടെ. പഴയ നിയമത്തിലും ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള സംഭവം നമ്മൾ കാണുന്നുണ്ട്. അതെ, ഏലീശ പ്രവാചകന്റെ അരികിലേക്ക് വിധവയായിരിക്കുന്ന ആ വ്യക്തി ഏലീശ പ്രവാചകന്റെ അരികിലേക്ക് കൂടി വരുന്നു. എന്തു സംഭവിച്ചു? അവർ എന്തുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് ഏലീശ പ്രവാചകന്റെ അരികിലേക്ക് വരുന്നത്? 2 കുഞ്ഞുങ്ങളെയും കടക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. കടമാണ് വിഷയം. ആമേൻ, സ്തോത്രം. അടിമകളാക്കാൻ കൊണ്ടുപോകുക. പക്ഷെ എന്ത് സംഭവിച്ചു? ഏലീശ പ്രവാചകൻ എന്താ ചോദിച്ചത്? എന്താണ് നിന്റെ കരത്തിലുള്ളത്? അവർ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ കരത്തിൽ മറ്റൊന്നുമില്ല. ആമേൻ, സ്തോത്രം. ഏലീശ പ്രവാചകൻ പറഞ്ഞു, നീ പോയി അയൽക്കാരുടെ പക്കൽ നിന്നും ഒഴിവു പാത്രങ്ങളെ, എംപ്റ്റി ആയിരിക്കുന്ന പാത്രങ്ങളെ കൊണ്ടുവരിക. സ്വർഗത്തിലെ ദൈവം അതിന്മേലൊരു നിറവഹിക്കാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. അതെ, ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ. ഒഴിഞ്ഞ പാത്രങ്ങൾ നിങ്ങളും വിശ്വാസത്തോടെ നിരത്തി വെച്ചാട്ടെ. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുവാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥിതിയെ നോക്കണ്ട. ആ വിധവയുടെ ജീവിതത്തിന്മേൽ നടന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്മേലും സംഭവിക്കുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. ഒരു അത്ഭുതത്തിനായി കാത്തിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? ഒരു നിറവിനായി കാത്തിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളോട് ഇടപെടുന്നു. നിങ്ങൾ ആ കടഭാരത്തിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു. നിങ്ങൾ ആ വരൾച്ചയിൽ നിന്നും നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു. നിങ്ങൾ ആ ക്രൈസിസിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തോടെ നിങ്ങൾ ചിലതൊന്ന് കൽപ്പിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്മേൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ നടക്കുന്നത് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ ഇടയാകും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ്, ഈ ചെറിയ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, അവരെ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിന്മേൽ ഒരു നിറവിനെ കൽപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തിട്ട് നന്ദി. സകല മാനവമഹത്വം കർത്താവിന്. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.